എന്റെ അമ്മേ. മടപ്പളാതുരുത്തു വിശ്വംഭരൻ ആരോട് ഇപ്പൊ ഒന്ന് ചോദിക്ക? ആ കുറച്ച് പരട്ട പിള്ളേരുണ്ട്. മോനെ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. അവിടെ നിൽക്ക് മോനെ. ഒരു കാര്യം ചോദിക്കട്ടെ. അവിടെ ഇങ്ങോട്ട് വാടാ, ഇവിടെ വാടാ. ഈ മടപ്പളാതുരുത്ത് വിശ്വംഭരന്റെ വീട് ഏതാ? അത് കുറെ തെങ്ങല്ലേ, അതെങ്ങനെ വീടാകും? പോട്ടെ, ഈ കാഞ്ഞാണി മുക്ക് എവിടെയാണ്? ഒറ്റയാടി എന്ത് വെച്ചാൽ ഒരു ദിവസം കൈ ചൂണ്ടി കാണിച്ചങ്ങനെ ശരിയാവും. നിനക്കെന്തായാലും വാതർന്ന് പറഞ്ഞൂടെ? മിണ്ടാതെ നിക്കണ നീ എന്താ ഊമേണ? വേണ്ട വേണ്ട, ചാണാൻ പറ്റില്ല. ചേട്ടാ, അവൻ ശരിക്കും ഊമയാ. സോറിയുടെ മോനെ, നീ പൊട്ടനാണെന്ന് ചേട്ടൻ അറിഞ്ഞില്ല. എന്താടാ ഇത്? പൊട്ടാന്ന് വിളിച്ച അവൻ ചവിട്ടും. ഇതെന്താ കുട്ടികളുടെ ഗ്രാമം? ഇവിടെ മുതിർന്ന ആൾക്കാരൊന്നുമില്ല. ഈശ്വര, ഇവരിവിടെ എത്തിയ ഞാനല്ല. ഉപദ്രവിക്കരുത്. ഈ ശ്രീകൃഷ്ണ നൃത്ത കലാലയത്തിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ഒരാൾ പറഞ്ഞത്. ഈ ശ്രീകൃഷ്ണ നൃത്ത കലാലയം. ഓ, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലല്ലേ? വഴിയുണ്ട്. ശ്രീകൃഷ്ണ നൃത്ത. ഇനി കലാലയത്തിന് ഏത് മുദ്ര കാണിച്ചു കൊടുക്കും ഈശ്വര? കലം ഉണ്ടല്ലോ, ഈ കലം, കറിക്കലം, അതിന്റെ ആലയം, കലാലയം അതെവിടെയാ? താനെന്താ ആളെക്കളിയൊക്കെ? അപ്പൊ സംസാരിക്കത്തോലെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുന്നല്ലേ? ഇവിടെ വേണം കുട്ടികളല്ലേ കരുതുമ്പോ തലേ കയറി നിരങ്ങണ. നേരാണ് വഴി ചോദിച്ചു വരുന്ന മാന്യന്മാരെ പറ്റിക്കരുത്. അല്ല പിന്നെ പാവം പേടിച്ചു. എന്തു പറ്റി അമ്മച്ചേ? അയ്യോ, ഇങ്ങനെയുണ്ടോ കുട്ടികള്? ആദ്യം ഒരുത്തരോട് അവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ ഊമയാണെന്ന് പറഞ്ഞ എന്നെ ചവിട്ടി. അവനോട് തന്നെ ആംഗ്യ ഭാഷയിൽ ഇവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ സംസാരിച്ചുകൊണ്ട് എന്നെ എറിഞ്ഞു പിടിച്ചാക്കണ്. നിങ്ങൾ ആദ്യം വഴി ചോദിച്ചവൻ അച്ചു. അവന് ചെവി കേൾക്കാമെങ്കിലും സംസാരിക്കാൻ കഴിയില്ല. ശരിക്കും ഊമയാണ്. രണ്ടാമത് കണ്ടവൻ അവന്റെ ഇരട്ട സഹോദരൻ അപ്പു. അവന് കുഴപ്പമൊന്നുമില്ല. ഒരുത്തൻ അണ്ണൻ, മറ്റവൻ തമ്പി. അണ്ണനും കൊള്ള, തമ്പിയും കൊള്ള, രണ്ടും വിഷസർപ്പങ്ങളാ. വിഷസർപ്പങ്ങളല്ല, ഇരുതല സർപ്പങ്ങൾ. ഇത്രയും തലതെറിച്ച പിള്ളേർ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരേ ചോരയാണെങ്കിലും ഇവന്മാര് നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ തന്നെ ഒരുത്തൻ മറ്റവന്റെ കഴുത്ത് കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പിറപ്പുകളെ ഭൂമിയിൽ ഒരിടത്തും കാണിയില്ല. വളർത്തോഷം ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റിപ്പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തല്ലണം. എന്നാ തല്ലടോ, ഞാനാ അവന്മാരുടെ തന്ത. അത് ശരി. അയ്യോ, ഉങ്ക പഴയ പാർട്ട്ണർ അപ്പു. അവന് കിട്ടിയതൊന്നും പോരെ சார். நான் ஒரு மலையாளி தான் சார். அவன் இருக்கிற மாதிரி அதே உசிரும் திமிரு எனக்கும் இருக்கு. அவன் பயங்கர கில்லாடி சார். நாம அவன் கிட்ட பேசி ஏதாவது காம்ப்ரமைஸ் பண்ணி. என்ன காம்ப்ரமைஸ்? என்ன காம்ப்ரமைஸ் சார்? 9 வருஷம் ஏன் டீம்ல இருந்து எனக்கு எப்பவுமே தொந்தரவு பண்ற அந்த பொர்க்ராஸ்கள் மேலே நான் காம்ப்ரமைஸ் பண்ணணுமா? அவன் ஏன் கூடவே இருந்துட்டு என் அண்ணன் பொண்ணை லவ் பண்ண பாக்குறேன். அவன் இந்த வீட்டுக்கு மாப்பிளைய வர்றதை நான் ஒத்துக்கணுமா? முடியாது. ஏ அண்ணன் பொண்ணு தேன்மொழிக்கு நீங்க தான் மாப்பிளை. அப்படின்னா அவனை ஏதாவது கேஸ் போட்டு உள்ள தள்ளிடலாம். இதான்டா போலீஸ்.
எஸ் தர்மராஜன் முதலாளி பேசுறேன். முதலாளியா? நீ முதலாளி அல்லடா, எரப்பாளியா? இது அவனா? அப்பு. டேய், നീ എങ്ങടാ இருக்க? തൊള്ള തുറക്കാതെ പറയുന്ന കേക്കടാ. சொல்லு. നമ്മൾ ഒരുമിച്ച് നിന്ന് ഫ്രോഡ് പണികൾ ചെയ്ത് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്കുള്ള ഷെയർ തരാതെ നീ എനിക്കിട്ട് പണി തന്നു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടും നീ ഇപ്പൊ പണിയുമേ പണി തന്നോണ്ടിരിക്കുക. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ അമ്മാവന്റെ കട പോലും നീ പൊളിച്ചിടാ. ஆமாடா, என் பொண்ணு பின்னாடி சுட்டன உன் குடும்பத்தை அழிச்சிடும். എടാ മൈത്താണ്ടി, നിന്റെ വീട്ടിലെ പെണ്ണ് സൂക്കേട് മൂത്ത് എന്നെ കയറി പ്രേമിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കാത്തവനാ ഞാൻ. എന്നാ ഇപ്പൊ എനിക്കതൊരു വാശിയാ. ഞാൻ ഏതായാലും അവളെ തന്നെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. നീ നോക്കിക്കോ, ഇനി ഏതു നിമിഷവും നിന്റെ കൺമുന്നിൽ നിന്ന് അവൾ കാണാമ പോയിടും. ജാഗ്രത. டேய், தேன்மொழி உள்ள இருக்கா? நான் இன்னைக்கு பார்க்கலையா. கடவுளே, என்னோட சித்தப்பா நல்லா இருக்கணும். அவருடைய உயிரும் ஆரோக்கியமும் நல்லா இருக்கணும். ஒரு பிரச்சனையும் அவருக்கு வராம காப்பாத்தணும். சிரிப்பு பாரு. முண்டம் முண்டம் வெள்ள பண்ணி திருட்டு மூஞ்சி இவன. அக்கா, அப்படியொന്നും சொல்லக்கூடாது. இது நம்ம சித்தப்பா. சாரி நாயே, ராஸ்கல், நீ நாசமா போக வேண்டாம். இப்படித்தான் சொல்லணும். என் செல்லம்டா நீ. நம்ம அப்பா தற்கொலை பண்றதுக்கு காரணமே இவன்தான். அங்க என்ன சத்தம்? சித்தப்பாக்கு ஒண்ணும் ஆபத்து வரக்கூடாதுன்னு சாமி கிட்ட வேண்டிக்கிட்டு இருக்கேன். ஓ. சித்தப்பா, வில்லன் கீழே விழுந்துட்டான். நம்ம ஹீரோ எங்கடா இருக்கான்? ചിത്തപ്പ. ஏய், யாரா உன் சித்தப்பா? അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമൊഴി ചിത്തപ്പയെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുമ്പോൾ ചിത്തപ്പയെ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പൻ എത്ര തെണ്ടിയാലും ചെട്ടിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്. എന്റെ പൊന്നു ചിത്തപ്പ. ஏய், புறம்போக்கே, இந்த தர்மராஜன் நினைச்சான் ஒண்ணு. ധർമ്മരാജന? എടാ രായപ്പ, നീ എന്നാടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാൻ പറയപ്പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്ക് രായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്ക് നിമ്മതി. എന്നാ ഇനി ഫോൺ മതി. എന്നോട് രക്ഷിക്കാൻ ആരുമില്ലേ? തമ്മി തല്ലി ചാണുങ്ങ അങ്ങോട്ടങ്ങനെ മാറിക്കണം തല്ലടാ. ബാക്കിയുള്ളൊരു വണ്ടി എടുത്ത് പണിക്ക് പോട്ടടാ. ഇവന്മാര് ഈ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കിയിരുന്നു. നീ അവരെ ബാഗ് അങ്ങോട്ട് കൊടുത്ത് അവർ തട്ടിപ്പറിക്കും. അപ്പൊ ഇതിനകത്തിരിക്കണ എന്റെ കാശാ. നീ നിന്റെ കാശ് എടുത്ത് ബാഗ് കൊടുക്കും. കാശും ബാഗും എന്റെ ആണെന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കേ. അങ്ങനെയല്ല, ഫോൺ എടുത്ത് 100-ല് വിളിക്കേ. 100? വേഗം വിളിക്കേ, വേഗം വിളിക്കാൻ. ഹലോ, போலீஸ் ஸ்டேஷன் சார். இங்க தர்மா ஸ்டோர்ஸ் முன்னாடி பெரிய கலாட்டம் நடக்குது சார். சீக்கிரமா கொடுங்க. என்ன போலீஸ் எல்லாம் மினிஸ்டருக்கு எஸ்கோர்ட் போயாச்சு. என்ன சார் இது? சார், நான் இவங்களை தூக்கி அங்க வந்தா நீங்க லாக்அப் பண்ணுவீங்களா சார்? சரி சார், ரொம்ப தேங்க்ஸ் சார். இதான்டா போலீஸ். மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும். வாங்கடா டேய். എങ്ങോട്ട്? എടോ, പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്കാൻ മാട്ടാ. വാ കേറ്.
அண்ணே ரொம்ப தேங்க்ஸ். ஐயோ இதுக்கு போய் தேங்க்ஸ் எல்லாம் நீங்க நல்லா இருக்கணும். இவரு தான் சரியான ஆம்பளை. ஆம்பளைன்னா இப்படித்தான் இருக்கணும். கடவுளா இவனா? அந்த மலையாளத்தான் பெரிய ஃப்ராடு. இவங்க எல்லாம் ஒரே டீம். அப்படியா? அதிசயப்பெண் திரைப்படத்துல இருந்து எஸ்.எம். சுப்பையா நாயுடு அத அவட அடிக்கேரு. சரி ചായ ചായ അവനോട് നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളായ തമിഴ്നാടാ. എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവന്റെ കട പൊളിച്ചതിന് ഒരു നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്ക് ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായ്കറിയാവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ നാട്ടിലൊരു പെട്ടങ്ങനാപ്പനുണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ടെങ്കിലും കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊട്ടങ്ങനാപ്പന് മക്കളില്ലല്ലോ. ഓ നിങ്ങളുടെ മക്കളിലെ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമോ ചോദിച്ചു. ഞാൻ എങ്ങും പോണില്ല. അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലു പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കയറി ഞാനിരിക്കും. ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവൻ ഇപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പറയാൻ ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറി ഏറ്റതല്ലേ. പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിന് വേണ്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി. എത്ര വന്നാലും അവൻ സ്വന്തം ചോരയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലാ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി. അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം. അതുപോലെ എന്നാ കാശി അച്ചുവേ അതുപോലൊന്നും നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. എന്നാ പോവാച്ചു. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലല്ലോ. ഇവരൊട്ടനി ഉണ്ടാവാനും പോണില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്ന കരുതി ആര് വേണ്ടെന്ന് വെക്കുന്നതാണോടാ? ഇന്നൊക്കെ തകരാറ് ആർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചു നമ്മുടെ പന്ന പുന്നാര മോനെന്നാ പറഞ്ഞത്. മനസ്സിലായടാ പൊലക്കാട്ടുശ്ശേരി ഭരത പന്നി. പൊട്ടനായി പോയി. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? ആർക്ക് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ? ആ SI ശ്യാമണ്ണല്ലേ ഇവരുടെ ബാല്യ ട്രൂപ്പിലെ പ്രധാന നടൻ. ഓ രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ തുടയിൽ. റോമനക്കുട്ട അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിലടിക്കുന്നു പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? സാർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ
നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല പൊള്ളാച്ചി നിങ്ങൾ വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാടി. മോളെ കറച്ച് വെച്ച മതി, കോട്ടമ്പള്ളി പറഞ്ഞേ. ആ പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. എന്തൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ അച്ഛാ, ചായ. ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ. ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ ഭീമ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണിടിഞ്ഞിരിക്കും. നമുക്ക് മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ഇനി ആദ്യ രംഗം ഇന്ദ്ര സദസ് നോക്കാം. വാ വാ, മൂവ്മെന്റ്. നാരദൻ നാരദൻ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനകയുടെ ഡൂപ്പ് നിൽക്കണം ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മന് വെള്ളം അടിച്ച് ഷാപ്പിൽ കിടക്കുക. ഗുരുത്വദോഷികള്. എന്നാൽ തൽക്കാലം ഇന്ന് മതിയാക്കാം. ഇനി നാളെ നോക്കാം. അല്ല മേനക അച്ചോട്ടും ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. ഇഷ്ടായിട്ടോ? ഈ മാന എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ, മേക്കപ്പ് അടിച്ചിട്ടൊന്ന് കാണണേ. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ, അച്ചോട്ടന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ, ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല.
കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചുവേട്ടനെ രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതമാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്രം അച്ചോട്ടൻ ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടൻ അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടൻ എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചാണം ചവിട്ടെ. അടുത്ത മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്. സെന്റി സെന്റി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി മനസ്സിലായി. ഇനി ഏത് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ നടുമിന്നു പേടിക്കണ്ട, ഫിഗർ പിടിക്കേനെ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ. അരപ്പോം കുറഞ്ഞു കാണും. മതി ലക്ഷ്മി. അതെ, മാറ്റ് ഇത്തിരി കുറവാ. ഒരു 4000 രൂപ തരാം. അയ്യോ അങ്ങനെ പറയല്ലോ ലക്ഷ്മി. അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അച്ചുവേട്ടനെ ഉത്സവ പിരിവിന് പോയിരിക്കാം. നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചോ. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല. കിട്ടിയത് മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ, ഊണെടുക്കാറായോ? വേണ്ട മോളെ, അച്ഛൻ കൂടെ വരട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ? അച്ചുവേട്ടൻ വരാൻ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ചോടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു. അച്ചോടെ ഇല്ല. ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ടും വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് നിന്നിച്ചാ എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അത് തന്നെ. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ ഇറങ്ങട്ടെ. സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ഓട്ടെ. ദൈവമേ, ഒന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തു ചാടിയ. പേടിക്കണെന്തിനാ? കൊല്ലാനുള്ള കോഴിയല്ലേ. ബാക്കിയുള്ളവരൊക്കെ പിടിക്കട്ടെ. ഇയാളെ പ്രത്യേകം വിളിക്കണം. കോഴി കുളിക്കാൻ പോണം. ഒന്ന് കാണാൻ പറ്റണില്ല. ഞാനൊന്ന് പിടിച്ചോട്ടെ. ഞാൻ പറയട്ടെ. അച്ചു, ഞാൻ കോഴി. അച്ചു പിടിക്കാൻ
ചോര ഇത് റിഹേഴ്സലാ അതാ ഒറിജിനല്ല അപ്പു പറഞ്ഞിട്ട് വന്നതാ അപ്പു പറഞ്ഞിട്ട് വന്നതാ ഇവനെ കൊണ്ട് ഗോവിന്ദ ഗോവിന്ദ ഇതാ ഇവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കടാ. ഒന്ന് പിടിച്ചേ ഈശ്വര, ഇനി ഇത് അപ്പു പറഞ്ഞ പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോണേ. അവൻ എന്നെ തല്ലി ഈ പരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്? എന്റെ സ്വഭാവം വെറുതെ ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ ഒന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്? സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ പൂമ്പലൊക്കെ ഞാൻ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത് ഇത് കേസാക്കാൻ ആരാ പരാതി തന്നേന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെന്ന് നമ്മുടെ ചൈതന്റെ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളത്തെ ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാൻ ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാൻ ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ് ഐ ആണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളെ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്.
പറ്റി സാർ? അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പു സാറേ, അപ്പൊ നിക്കേ ഇടന്നേ നിക്കപ്പോ ശ്യാമളൻ സാറേ. എന്തോ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഇല്ലെങ്കിൽ സ്റ്റേഷൻ അകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം വിഴുങ്ങി ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പോലെ നല്ല അസല് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മറത്തിരിപ്പുണ്ടെന്ന്. എത്തിയാ സുഖല്ലേ? എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്. ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പറയുക വരണ്ട. എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. അയ്യോ കുളിഞ്ഞു നോക്കുന്നു. അമ്മേ വയറ്. അയ്യോ കാല്. അയ്യോ പതുക്കെ. ഹലോ ഹലോ. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറയണത് ശരിയാണ് കേട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകുന്ന അറിയാമോ? ഒരാഴ്ചയും കൂടി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில்ல ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா. வாங்கடா. போ போ. அக்கா,
முத்துச்சாமி அழகா வாசிக்கிறேன். அண்ணா லட்டு சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்குடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை உங்க enemy அப்பு. ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. ടാറ്റാ. അയ്യോ വിടാ, ഓടിടാ എല്ലാരും. വണ്ടി എടുത്തോ. മതി മതി യുദ്ധം കഴിഞ്ഞു. അപ്പുവിനെ കുറ്റപ്പെടുത്താൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാടാ. മോളെ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂര് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല ഇതേ ഉള്ളൂ. ഇതാ മാമ பிறந்த நாளைக்கு gift-ஆ தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்லாம் முடியட்டும். ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ? അവനെ ഷൂട്ട് ചെയ്തു. ചത്തോന്ന് അറിഞ്ഞൂടാ. தேங்க்ஸ் மாமா. அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க. நீ தாண்டி உண்மையான பொண்டாட்டி. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട്. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവന്.
അവൻ ഇവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവൻ എന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാറിയനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് ഉറ്റണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലരും തികട്ടി വരും. സോറി ആശാനെ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റി കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്ക് എരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെറ്റിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവെസേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ. കുറവാണ് തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന്റെ പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ. നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്. മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നെ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ. ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സാർമാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൊരുൾ കോടി തന്താൽ പൂമേടൈ മാസം പൊങ്കും തേന. നിർത്തി നിർത്തി നിർത്തി. സത്യം പറയണം. നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ. എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ അച്ചോട്ടൻ. അറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്. ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ, ആ പരമ നാറി തെണ്ടി ചെറ്റ ആഭാസ അട്ടാസൻ തെമ്മാടൻ, അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ, എങ്ങനെ കൂടെ പിറപ്പായെന്ന്? അവന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട. ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി കിടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം.
അത് നാട്ടുകാർ ചെയ്തോളൂ. അച്ചൂട്ട് ചെയ്ത് പിടിക്കേ. എന്താ അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇവിടെ അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ, എപ്പോ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചോട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ച്. സന്തോഷായ അച്ചോട്ടാ. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ആ, കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോവാ എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടും കൊടുത്ത് തീർത്തടാ? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്. ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നിട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. ബാലി സുഗ്രീവൻ 1000 എണ്ണ അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്ധാപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്ധാപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു. നോക്ക് ചന്ദ്ര, അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. പീതാംബര, ഞാൻ വടക്കം ഭാഗത്ത് പിരിവെടുത്തതിന്റെ കണക്കെന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ അതെ, ശരിയാ. പെങ്ങളെ, കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000 ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോകും. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ. എന്റെ വീട് പണിയൊന്ന് തീരും. ഓടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 2,42,000 കൂടെ ഇതുകൂടി ആകുമ്പോ 2,50,000. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേന്ന്? കറക്റ്റ് അല്ലേ? ആ, കറക്റ്റാടാ പന്നിന്ന്. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? പിന്നെ ഉഷാറല്ലേ? ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ഒരു കുപ്പിയോ?
ആ ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഒരു ഗ്ലാസ്സാ? ചേട്ടാ അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണ പണോ കാണുന്നില്ല. എല്ലാം പോയടാ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടങ്ങളുമാ. ഇത് ആരോടൊക്കെ സമാധാനം പറയണം? ഈശ്വര, ഇതാരാ ഈ ചതി ചെയ്തത്? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പകരം നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. അപ്പോ ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ. വലിയ ചതിയായി പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം. പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലയുടെ അടിയിലിരുന്ന താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത്. ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ